ഒരു സിനിമയിലെ 5 പാട്ടുകളും ഒരേപോലെ ഹിറ്റാവുക എന്ന് വെച്ചാല് നമ്മുടെ മൂഡിനനുസരിച്ച് നമുക്ക് ഈ സിനിമയിലെ 5 പാട്ടുകളും പ്ലേ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ലൈക്ക് ഒരു ലൂപ്പ് പോലെ ഷഫിൾ ചെയ്ത് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. മലയാളത്തിൽ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. 11 വർഷങ്ങൾക്ക് ശേഷവും അന്ന് ആ പാട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ പ്ലേലിസ്റ്റിൽ അതേപോലെ ആ പാട്ട് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. വിദ്യാസാഗറിന്റെ മ്യൂസിക്കിന് ഗിരീഷ് പുത്തഞ്ചേരിക്ക് ശേഷം ഇത്രയും കിടിലമായിട്ടുള്ള വരികൾ ഞാൻ കാണുന്നത് ഈ സിനിമയിലാണ്. സിനിമ അനാർക്കലി, സച്ചിയുടെ പടം. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഈ പടം റിലീസായത്. ആ ഒരു സമയത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് 2015 ആട്ടോ വർഷം. 2015 സെപ്റ്റംബറിലാണ് എന്ന് നിന്റെ മൊയ്തീൻ റിലീസാവുന്നത്. 2015 ഒക്ടോബറിൽ അമർ അക്ബർ ആന്റോണി. 2015 നവംബറിലാണ് അനാർക്കലി ഇറങ്ങുന്നത്. ഈ 3 പടം ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. ഞാൻ അനാർക്കലി കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് തിയേറ്ററിലെ ഒരു സ്ക്രീനിൽ എന്ന് നിന്റെ മൊയ്തീൻ, രണ്ടാമത്തെ സ്ക്രീനിൽ അമർ അക്ബർ ആന്റണി, അതുപോലെ തന്നെ 3ാമത്തെ സ്ക്രീനിൽ അനാർക്കലി. പൃഥ്വിരാജ് ഏറാന്ന് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു സമയമായിരുന്നു അത്. അതുപോലൊരു സമയം പൃഥ്വിരാജിന്റെ കരിയറിൽ അതിന് മുമ്പോ അതിന് ശേഷമോ ഉണ്ടാവാൻ വലിയ സാധ്യതയില്ല. അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാവാനും സാധ്യത വളരെ കുറവാണ്. 3 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൂവി, 3 പടങ്ങളും ഒരേപോലെ ഹിറ്റ്. അടിപൊളി ഒരു സമയമായിരുന്നു കേട്ടോ അത്. അനാർക്കലിയിലേക്ക് വന്നു കഴിഞ്ഞാണ്ടല്ലോ 10-11 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയാണ്. പക്ഷെ നമുക്ക് ഇന്നും വളരെ ഫ്രഷ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റിയ ഒരു സിനിമ. ആ സിനിമയിൽ പാട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള എങ്ങനെ നോക്കുക, ഓരോ 20-25 മിനിറ്റ് കഴിഞ്ഞാലും നമുക്ക് ഓരോ പാട്ട് കാണാൻ വേണ്ടി പറ്റും. പാട്ടിന്റെ പ്രത്യേകത വെച്ചാല് ആ പാട്ടിലെ അതൊരു പോയട്രി പോലെയാണ് ആ പാട്ട് മൊത്തം എഴുതി വെച്ചിട്ടുള്ളത്. വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കലല്ല, ഒരു കവിത പോലെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ പാട്ടിന്റെ വരികൾക്കും കടലുമായിട്ടും ആകാശമായിട്ടും എന്തെങ്കിലുമൊക്കെ ചില ബന്ധങ്ങളൊക്കെ ഉണ്ടാവും. എത്രയോ വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലെ ഒരു അടിപൊളി, ഒരു മലബാർ ഫ്ലേവർ ഉള്ള ഒരു അടിപൊളി മാപ്പിളപ്പാട്ട് ഈ സിനിമയിലാണ് ഉണ്ടായത്. ആ ഒരുത്തി അവളൊരുത്തി. ആ പാട്ടിന്റെ വരികളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാല് അതിലൊരു വരിയുണ്ട്. അതായത് ഒരുത്തി ഇന്നെന്നെ പിരിഞ്ഞ നേരത്ത് പൊഴിഞ്ഞതൊക്കെയും പാഴില, കരഞ്ഞു നിലിച്ച കനവിലൊക്കെയും കരിമുകിലിൻ ചാകര. അതായത് പ്രണയം തകർന്നിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ വരികൾ ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കും. അതുപോലെ തന്നെ അതിൽ വേറൊരു പാട്ടുണ്ട്, സാഹിബ എന്നുള്ള പാട്ടിൽ ഒരു വരിയുണ്ട്. അതായത് എന്നിലെ സാഗരം മൂകമായി മാറുമോ, പിന്നില ചന്ദനം പെയ്തനാൾ വിങ്ങിയോ. സാഗരം എല്ലാത്തിനും കടലുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധമുള്ള വരികളാണ്. ഇനി മറ്റേ അടുത്ത നെക്സ്റ്റ് പാട്ടില് അല പോലവൾ എന്നിൽ വല നെയ്തൊരു സ്വപ്നം, മിഴിമൂടുമീ നേരം ഇരുൾ വീശുമീ ഇരുൾ വീശുമീ നേരം, മായുമോ മാറുമോ കാനൽ കാർമേഘം. കാനൽ കാർമേഘം, ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോഴേ ഞാൻ ആദ്യം ആലോചിച്ചു എന്താണ് ഈ കാനൽ കാർമേഘം. പിന്നെ ഞാൻ എന്റെ മീനിങ്ങൾ നോക്കി പോകുന്ന സമയത്താണ് ഈ കാനൽ എന്ന് വെച്ചാല് മിറാഷ് ഇല്ലേ, അതായത് നമ്മളിപ്പോ ഈ റോട്ടിൽ കൂടെ എല്ലാം പോകുന്ന സമയത്ത് നല്ല വെയിലുള്ള സമയമാണെങ്കിൽ റോട്ടിൽ ഇങ്ങനെ ഒരു വെള്ളം കെട്ടിവെക്കുന്ന പോലെയൊക്കെ തോന്നൂല്ലേ, മരീചിക എന്നെല്ലാം പറയില്ലേ. കാനൽ കാർമേഘം ഭയങ്കരമായിട്ടുള്ള പ്രയോഗമായിരുന്നു അത്. ഈ അടുത്ത പാട്ടിൽ നോക്കോ, നാം നനഞ്ഞ നീല നീല നദിയുടെ മാറുലഞ്ഞ മേതലോടി രാവൊഴുകി, വെണ്ണിലാ തെന്നലായി എന്നെ നീ തൊട്ടുവോ സാഹിബ. ഇത് കൂടാതെ ഒരു ഹിന്ദി പാട്ട് കൂടി ഈ സിനിമയിലുണ്ട്. എല്ലാ പാട്ടും ഇറങ്ങിയ 5 പാട്ടും കിഡിലുമാണ്, മ്യൂസിക്കലി റിച്ച് ആയിട്ടുള്ള. അതിന്റെ ലിറിക്സ് എന്ന് വെച്ചാൽ ഉണ്ടല്ലോ നല്ല എന്താണ്, നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ലിറിക്സ് ആണ് ആ പാട്ടില് എല്ലാത്തിനും ചെയ്തു വെച്ചിട്ടുള്ളത്. ഞാൻ ആലോചിക്കായിരുന്നു, ഇപ്പൊ നമ്മള് കടപ്പുറത്ത് പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മള് പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, നമ്മുടെ പാർട്ണറിന്റെ കൂടെ കടപ്പുറത്തെല്ലാം പോകുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് എന്ന് വെച്ചാല് നമ്മുടെ സന്തോഷം ആവേശം തന്നെ പറയുന്നത് ഏതാണ്ട് ഒരു തിരമാല പോലെ ആയിരിക്കും. അത്രയ്ക്ക് നല്ല ആവേശത്തോടെ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നുണ്ടല്ലോ കടല്, ശാന്തമായ കടല് പോലെ ഇങ്ങനെ കൂളായിരിക്കും. അതായത് പ്രത്യേകിച്ച് നമുക്ക് ടെൻഷനൊന്നും ഉണ്ടാവില്ല, വളരെ ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കും. പ്രണയം തകർന്നിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് കടപ്പുറത്ത് ഒറ്റയ്ക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് അയാളുടെ സന്തോഷം അതുപോലെ തന്നെ ഈ ആവേശം എന്നെല്ലാം പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് ശാന്തമായ കടൽ പോലെ ആയിരിക്കും, വലിയ ഓളവും ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷെ അയാളുടെ ഈ മനസ്സ് എന്ന് പറയുന്നുണ്ടല്ലോ തിരമാല പോലെ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ആ പഴയ ആളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളൊക്കെ ഇങ്ങനെ തിരമാല പോലെ അലയടിച്ച് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ സിനിമയുടെ ഒരു പ്ലോട്ട് ഞാൻ ആലോചിക്കായിരുന്നു. ലക്ഷദ്വീപ് എന്ന് പറയുന്ന സ്ഥലം, ഞാൻ അതിനു മുമ്പ് ലക്ഷദ്വീപ് സിനിമയിൽ കാണുന്നത് സണ്ണി വേന്റെ ഒരു പടമുണ്ട്, മോശയിലെ കുതിരമീനുകൾ എന്ന് പറഞ്ഞിട്ട്. ആ പടത്തില് ലക്ഷദ്വീപ് കാണുന്ന സമയത്ത് ഓക്കെ ഇതാണല്ലേ ലക്ഷദ്വീപ്, കൊള്ളാം,
അങ്ങനെ ഒരു തോന്നലേ ഉള്ളൂ. പക്ഷെ അനാർക്കലിയിൽ ലക്ഷദ്വീപ് കാണുമ്പോണ്ടല്ലോ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ലക്ഷദ്വീപിൽ പോയിരിക്കണം എന്ന് അങ്ങനെ ഒരു വല്ലാത്തൊരു ആഗ്രഹം നമുക്ക് തോന്നുന്ന ഒരു ലാൻഡ്സ്കേപ്പ്, അത് ആ രീതിയിൽ തന്നെ ഈ പടത്തിന്റെ സിനിമാറ്റോഗ്രാഫർ അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ല കിടിലമായിട്ടുള്ള ഷോട്ട് ഉണ്ട്. പിന്നെ ആ ജോഗ്രഫിയും ഈ സിനിമയുടെ പാട്ടും മൂഡെല്ലാം തമ്മിൽ ഭയങ്കരമായ ഒരു കണക്ഷൻ ഉണ്ട്. അങ്ങനെ വെറുതെ ഒരു സിനിമയ്ക്ക് വേണ്ടി എഴുതി വെച്ച പോലെ ഒന്നും നമുക്ക് തോന്നില്ല. എന്തൊക്കെയോ ചില ബന്ധങ്ങളില്ലേ, ആ ഒരു ജിയോഗ്രഫി ആയിട്ടും അതിലെ വരികളായിട്ടും അതിന്റെ മ്യൂസിക്കുമായിട്ടും ഭയങ്കരമായ കണക്ഷൻ ഉണ്ട്. പോരാതെ തന്നെ ഇതിലെ പൃഥ്വിരാജിന്റെയും അതുപോലെ തന്നെ ബിജു മേനോന്റെ എല്ലാം ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവര് നാവികസേനയിലെ ജോലി ചെയ്യുന്ന ആൾക്കാർ, സെയിലേഴ്സ് ആണ്. അപ്പോ അവരുടെ ജോലി മനസ്സിലായില്ലേ, ആ കഥ പറയുന്ന പ്ലോട്ട്, ഇതിലെ വരികളൊക്കെ തമ്മിൽ ഭയങ്കരമായ കണക്ഷൻ. മലയാളത്തില് അത്രയ്ക്ക് ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പടമൊന്നുമില്ല. ഒരു പോയട്രി പോലെ എഴുതി വെക്കാന്ന് വെച്ചാല് അതിന് സംഭവിക്കുമെന്ന് അറിയില്ല. സച്ചിയുടെ എല്ലാം ഒരു മാജിക്കൽ ആയിട്ടുള്ള വർക്കായിരുന്നു. ഇപ്പോ അദ്ദേഹം മരിച്ചുപോയി. ഇപ്പൊ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഉണ്ടല്ലോ, അത് എത്ര വലിയൊരു നഷ്ടമായിരുന്നു. ഇതുപോലൊരു കിടിലം പടം, 2.25 മണിക്കൂർ ഡ്യൂറേഷനുള്ള ഒരു പടമാണ്. പക്ഷെ ഒരു തരി ലാഗ് പോലും നമുക്ക് ഫീൽ ചെയ്യില്ല. എന്ത് രസമായിട്ടാണ് ചെയ്തു വെച്ചത്. അത് തിയേറ്ററിൽ കാണാന്ന് പറഞ്ഞില്ലേ, ഭയങ്കരമായിട്ടുള്ളൊരു ടച്ചിങ് ആയിട്ടുള്ള ഫീൽ ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കോളേജ് ഡേയ്സിന്റെ സമയത്ത് ഒരു കിഡിലായിട്ടുള്ള പടം കേട്ടോ. പിന്നെ ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാല് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ സച്ചിയുടെ ഒരു മൂവി എടുത്ത് നോക്കി കഴിഞ്ഞാല് നമ്മൾ ഈ ഹീറോ അല്ലേ, ഏത് സിനിമ നമ്മൾ ആ സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം വരുന്നത് ആ ഹീറോയുടെ ഒരു ഫിഗർ ആയിരിക്കുമല്ലോ. പക്ഷെ സച്ചിയുടെ പടത്തില് ഹീറോയെ കൂടാതെ വേറൊരാളെ കൂടി നമ്മുടെ മൈൻഡിൽ എപ്പോഴും വരും. ചിലപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടാകും. ഇപ്പൊ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ സിനിമകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് അത് മിക്കവാറും ബിജു മേനോന്റെ കഥാപാത്രമായിരിക്കും. ഈ സിനിമ വന്നു കഴിഞ്ഞാൽ ബിജു മേനോന്റെ സക്കറിയ എന്ന ക്യാരക്ടർ, അതുപോലെ തന്നെ നമ്മളെ സുരേഷ് കൃഷ്ണയുടെ ഒരു കഥാപാത്രമുണ്ട് ആറ്റക്കോയ, അതുപോലെ തന്നെ അരുണിന്റെ ഒരു കഥാപാത്രമുണ്ട് രാജീവ് എന്ന് പറഞ്ഞിട്ട്. ഈ രണ്ട് ക്യാരക്ടറും എന്ത് രസമായിട്ടാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്, കിഡിലായിരുന്നു. അതിൽ സക്കറിയ എന്ന് പറയുന്ന ക്യാരക്ടർ ഇല്ല, അതെനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ്. കാരണം എന്റെ വളരെ അടുത്ത ചില ചങ്ങായിമാരെല്ലാം ഇതുപോലെ എന്തെങ്കിലും വള്ളി കേസെല്ലാം പിടിച്ചിട്ട് ആദ്യം അപ്രോച്ച് ചെയ്തത് എന്നെ ആയിരിക്കും. ഞാൻ എങ്ങനെയെല്ലാം എസ്കേപ്പ് ആവാൻ നോക്കിയാലും എന്റെ തപ്പി പിടിച്ചേരി വരും. ആദ്യമല്ല ഞാൻ ആ ഒരു സബ്ജക്റ്റിനോട് ഡിറ്റാച്ച് ആയി നിൽക്കുമെങ്കിലും ഉണ്ടല്ലോ, അവസാനം അവന്റെ മിഷന്റെ ഭാഗമാവാറുണ്ട്. അതിനുള്ള പണിയും എനിക്ക് കിട്ടാറുണ്ട്. സോ സക്കറി എപ്പോഴും ക്ലോസ് ടു മൈ ഹാർട്ട്. എനിക്ക് ഭയങ്കര പരിചയമുള്ള ഒരു ആളെ പോലെ എനിക്ക് തോന്നും. ഇതില് പടത്തിന്റെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ബിജു മേനോന്റെ ഒരു സ്റ്റാൻഡ് ലോൺ പെർഫോമൻസ് ഉണ്ട്. ഒറ്റ ഷോട്ടാണത്. അതായത് ഇവര് ഈ ആത്മഹത്യ ചെയ്യുന്ന സാധനം ഫേക്ക് ആയിട്ട് ചെയ്യുമല്ലോ, ഈ മറ്റേ ഹെലികോപ്റ്റർ വരാൻ വേണ്ടിട്ട്. അവിടെ ഈ ബിജു മേനോൻ റൂമിന്റെ ഉള്ളിൽ ഇനടിച്ച് പുറത്തേക്ക് വന്നിട്ട് ആദ്യം ഫോൺ വിളിച്ചിട്ട് അതേ ആ ഒരു കരച്ചില്, പിന്നെ രാജീവിനെ വിളിക്കുന്നത്, അയ്യോ ഓടി വരണേ, ആ ഒരു സാധനം ഉണ്ടല്ലോ, എത്ര അടിപൊളിയായിട്ട്. അത് ഒരേ സമയത്ത് ചിരി വരും. പിന്നെ നമ്മുടെ പെർഫോമൻസോട് നമ്മൾ ഇങ്ങനെ ഇരുന്നു പോകും. ഞാൻ എത്രയോ പ്രാവശ്യം ഈ പടം റിപ്പീറ്റഡ്ലി കണ്ട ശേഷമാണ് അത് ഒറ്റ ഷോട്ടാണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് കുറെ ലേറ്റ് ആയിട്ടാണ്. കാരണം നമുക്ക് എവിടെയാ ഒരു ഇത് ഫീൽ ചെയ്യില്ല. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എടുത്തൊരു സീനായിരുന്നു. അതില് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി പോകുന്ന സീനുണ്ട്, തിരിച്ച് റൂമിന് ഉള്ളിലേക്ക് വരുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ആംബുലൻസ് കയറി വരുന്നുണ്ട്, ഈ ആംബുലൻസിനെ ചേസ് ചെയ്ത് പോകുന്നുണ്ട്. ഒരു കിഡിലുമായിട്ടുള്ള ഷോട്ടായിരുന്നു കേട്ടോ. അത് ടെക്നിക്കലി ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു പടം കൂടിയാണ് അനാർക്കലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സക്കറിയ എന്ന കഥാപാത്രത്തിന്റെ ഒരു ഇതൊന്നും ആലോചിച്ച് നോക്കുക. അയാൾ ആദ്യം നാവികസേനയിൽ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഡിസിപ്ലിൻ ആക്ഷനും ഇയാൾക്കെതിരെ ഒന്നും ഉണ്ടായിട്ടില്ല. അവര് റെക്കോർഡ് വായിക്കുമല്ലോ, നമ്മുടെ മറ്റേ ഇമാം റെക്കോർഡ് വായിക്കുന്ന സമയത്ത് ശന്തനുവിന്റെ പേരിൽ ഒരുപാട് ഡിസിപ്ലിനറി വാലേഷൻ ഉണ്ട്. പക്ഷെ സക്കറിയ പെർഫെക്റ്റ് ആണ്. രണ്ട് ടൈപ്പ്, അതായത് ഒരു പരക്കൂതറയും മറ്റേ ഭയങ്കര ഡിസിപ്ലിനും. പക്ഷെ അവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ട്. ഒരു പോയിന്റ് വെച്ച് രണ്ടുപേരുടെ എന്താണ് ഒരു കണക്ഷൻ ഉണ്ട്. ഇതുപോലത്തെ കണക്ഷൻ എന്റെ ലൈഫിലുണ്ട് കേട്ടോ. ചിലപ്പോൾ മേ ബി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുമായിരിക്കും. അതായത് രണ്ട് വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ, പക്ഷെ ഏതോ ഒരു പോയിന്റിൽ അവര് സെറ്റാണ്. പിന്നെ അയാളുടെ ജോലി പോയി, സക്കറിയുടെ ജോലി പോയി, അയാളുടെ ഉറപ്പിച്ചു വെച്ചിരുന്ന കല്യാണം അതെല്ലാം മുടങ്ങിപ്പോയി, അയാളുടെ അച്ഛൻ മരിച്ചുപോയി. സോ വാറുണി. പക്ഷെ ഈ ശന്തനുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അത് എവിടെയും ആ ഒരു കണക്ഷൻ എവിടെയും ഒരു വീക്ക്നെസ് വന്നിട്ട്, അതായത് ഇവര് തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആണ്. ഏതോ ഒരു പോയിന്റ് ഇവര് തമ്മിൽ കണക്റ്റഡ് ആണ്. സിറ്റുവേഷൻസ് എങ്ങനെയൊക്കെ മാറി മാറി വരുന്നുണ്ടെങ്കിൽ പോലും ഉണ്ടല്ലോ, ആ ഒരു ബന്ധം അതേപോലെ കീപ്പ് ചെയ്യുന്നുണ്ട്. ബന്ധങ്ങൾ കീപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബന്ധങ്ങൾ ഇല്ലാതായി പോകാൻ വലിയ പണിയൊന്നുമില്ല. സോ ആ ഒരു കണക്ഷൻ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഈ പടത്തിൽ ആദ്യം ഈ സക്കറിയെ നമ്മുടെ ശന്തനു കാണാൻ വേണ്ടിട്ട് ഈ ലൈറ്റ് ഹൗസ് തപ്പി പോകുന്ന ഒരു പരിപാടി ഇല്ലേ, അവിടെ വെച്ചിട്ട് ഈ ബിജു മേനോനെ പൃഥ്വിരാജ് ചേസ് ചെയ്യുന്ന സമയത്ത് വിദ്യാസാഗർ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്ലേ ചെയ്തിട്ടുണ്ട്. അത് എക്സാക്ട്ലി ലൈക്ക് ഇല്ലേ നമ്മുടെ ഈ റോക്ക് ആൻഡ് റോൾ സിനിമയുടെ ക്ലൈമാക്സില് ലാലേട്ടൻ അനൂപ് മേനോനെ പിടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏകദേശം അതേപോലെ തോന്നി കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എനിക്ക്
ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഈ സ്കോർ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. പിന്നെ ഒരാൾ ഈ പടത്തിലെ നമ്മുടെ ഈ സുരേഷ് കൃഷ്ണയുടെ കഥാപാത്രമാണ് ആറ്റക്കോയ എന്ന് പറയുന്നതില് സുരേഷ് കൃഷ്ണയുടെ കരിയർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റോളായിരുന്നു. പിന്നെ അദ്ദേഹം ആ ഭാഷ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ജസലി, ഞാൻ PG ചെയ്യുന്ന സമയത്ത് എന്റെ ഹോസ്റ്റലിൽ ഒരു 15-20ഓളം ലക്ഷദ്വീപുകാരുണ്ടായിരുന്നു. സോ ഇവരുടെ ഭാഷ കേൾക്കാന്ന് വെച്ചാൽ ഭയങ്കര രസമാണ്. ഫോടാ എന്നല്ല പറയുന്നത്. ആ ഒരു അവർക്ക് ഈ പാ വരില്ലല്ലോ, ഫാ വെച്ചിട്ടാണ്. അപ്പൊ ഒരു പല തെറികൾ പറയുന്ന സമയത്തും ഇല്ലേ ഫാനായിരിക്കും തെറി പറയുന്നത്. സോ അത് നമ്മൾ ഈ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ഈ തെറി ഇത് നമുക്ക് ചിന്തിക്കാൻ കുറച്ചൊരു ലാഗ് കിട്ടും. ഇതാണല്ലേ, അത് ഭയങ്കര രസമാണ്. ഞാൻ പിന്നീട് ഹോസ്റ്റലിലേക്കെല്ലാം മാറിയതിനു ശേഷമില്ലേ ഈ ലക്ഷദ്വീപുകാരായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തെല്ലാം ഭയങ്കര രസമായിരുന്നു. ആ ഒരു സ്ലാങ് നല്ല രീതിയിൽ ഈ അതായത് സുരേഷ് കൃഷ്ണ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും അത് പുറത്തുനിന്ന് വന്ന ഒരു ക്യാരക്ടറാണെന്ന് എവിടെ നിന്നൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യില്ല. ലക്ഷദ്വീപുകാരനായ ദ്വീപ് നിവാസിയായിട്ടുള്ള ഒരാളെ പോലെ തന്നെ ഫീൽ ചെയ്യും. മറ്റൊരാൾ രാജീവാണ്. രാജീവ് എന്ന് വെച്ചാൽ നമ്മുടെ ഫോർ ദ പീപ്പിളിലുള്ള ചങ്ങായി. അയാളുടെയും കരിയറിലെ ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റോളായിരുന്നു. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനവും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. ഇടയ്ക്ക് ഇങ്ങനെ ചില സിനിമകളിൽ വന്നു പോകുന്നുള്ളതല്ലാതെ നമ്മൾ എവിടെയും ആ ഒരാളെങ്ങനെ ഓർത്തു വെക്കാറില്ല. പക്ഷെ ഇതിലെ രാജീവ് നല്ല അടിപൊളിയായിരുന്നു. മറ്റൊരാൾ നമ്മുടെ ചേറ്റുവ ഷാജഹാനാണ്. ജയരാജ് വരുന്ന കഥാപാത്രം. കുറച്ചേ ഉള്ളൂ, പാട്ട് പാടാൻ വേണ്ടി വരുന്നു. അതിനുശേഷം ഈ ഹെലികോപ്റ്ററിൽ ഇയാൾക്ക് സീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി വരുന്നൊരു സീനുണ്ട്. അതും നല്ല അടിപൊളിയാണ്. കുറച്ചേ ഉള്ളൂ, പക്ഷെ നല്ല രീതിയിൽ അദ്ദേഹം ചെയ്ത റോളായിരുന്നു ചേറ്റുവ ഷാജഹാൻ. പിന്നെ അതുപോലെ തന്നെ ഈ ലക്ഷദ്വീപിന്റെ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി പരിചയപ്പെടുത്തി തരുന്ന സിനിമ കൂടിയായിരുന്നു ഈ പറയുന്ന അനാർക്കലി എന്ന് പറയുന്നത്. വളരെ രസമായിട്ടുള്ള, അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരിക്കലെങ്കിലും അങ്ങോട്ടേക്ക് പോകണമെന്ന് തോന്നും. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കുന്നതിൽ ഈ പടത്തിന്റെ സിനിമാറ്റോഗ്രാഫർ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. കിഡിലുമായിട്ടുള്ള ഷോട്ടുകൾ, ആ ലൈറ്റ് ഹൗസിന്റെ ഷോട്ട് ആണെങ്കിലും സിനിമയിൽ ഫസ്റ്റ് പൃഥ്വിരാജിന്റെ ഇൻട്രോ ഷോട്ട്, അതായത് വലിയ കടലില് ഒരു കപ്പൽ ഇങ്ങനെ ഇടിച്ചു കയറി വരുന്ന ഒരു സാധനമുണ്ട്. അവിടെ വെച്ചാണ് അമിയയുടെ ഒരു പാട്ടില്ലേ, ഒരു ഇംഗ്ലീഷ് പാട്ടില്ലേ, നല്ല മൂഡുള്ള പാട്ടാണ്. പക്ഷെ ഞാൻ പാട്ട് കുറച്ച് തപ്പി നോക്കി, യൂട്യൂബിലൂടെ ആ പാട്ട് അങ്ങനെ അവൈലബിൾ അല്ല. പക്ഷെ ഈ പടത്തിലെ ബാക്കിയുള്ള പാട്ടുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ടച്ചിങ് ആയിട്ടുള്ള പാട്ടാന്ന് അറിയോ. നമ്മളിങ്ങനെ പിടിച്ചിരുത്തി കൊണ്ടുപോകും. എനിക്ക് തോന്നുന്നു ഈ അനാർക്കലി മൂവി കണ്ടിട്ടുള്ളത് മോസ്റ്റ്ലി രണ്ട് ടൈപ്പ് ഓഫ് എന്താണ് ഓഡിയൻസ് ആണ്. ഒന്ന് എന്നെ പോലെ ഇടയ്ക്കിടയ്ക്ക് അനാർക്കലി കാണുന്ന ആൾക്കാര്, മറ്റൊന്ന് ലൈഫിൽ ഒറ്റ പ്രാവശ്യം മാത്രം അനാർക്കലി കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും. കാരണം അതിന്റെ പെയിൻ എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പോ ഒരാളുമായിട്ട് പ്രണയത്തിലാകുന്നു, പിന്നീട് അയാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു 10-11 വർഷത്തെ കാത്തിരിപ്പ് എന്ന് വെച്ചാല് അതൊരു ഭയങ്കര സംഭവമാണ്. ഈ 10-11 വർഷത്തിനുള്ളിൽ അയാൾക്ക് മറ്റേ ആൾക്ക് വേണമെങ്കിൽ വേറെ ആരെങ്കിലും കൂടെ പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ വേറെ ലൈഫ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും, ഇയാളുടെ വഴിക്ക് പോയിട്ടുണ്ടാകും, എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് ഒരാൾ പറഞ്ഞ വാക്കിൽ വിശ്വസിച്ച് അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നു എന്നെല്ലാം പറയുന്നത് ഒരു തരത്തില്, അത് പ്രാക്ടിക്കലി ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എന്താണ് വിയേർഡായി തോന്നുമെങ്കിൽ പോലും ഇല്ലേ, റിയലായി ജെന്യുവിനായി തോന്നിയ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് ചില ഘട്ടത്തിലൊക്കെ മനസ്സിലാക്കി തരുന്നത് ഇങ്ങനെയുള്ള സിനിമകൾ കൂടിയാണ്. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ പൃഥ്വിരാജ് പറയുന്ന ഒരു സാധനം തന്നെയാണ്. അതായത് പ്രണയം എന്ന് പറയുന്നത് മരണം പോലെ ശക്തമായിട്ടുള്ള ഒരു സാധനമാണ് അത്. അതുപോലെ തന്നെ പക്ഷെ എനിക്ക് കുറച്ചുകൂടി റിലേറ്റബിൾ ആയി തോന്നിയത് ഈ സക്കറിയയുടെ ഒരു ഡയലോഗ് ഉണ്ട്. അതായത് നമ്മൾ ഒരിക്കലും ഈ ലോകത്ത് പ്രണയത്തിനോടല്ല എന്തിനോടും 100% ഈ പറയുന്ന കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ജെന്യൂൻ ആവാൻ വേണ്ടി പാടില്ല. അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ലോകം ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത്. ഇത് സക്കറിയ പറഞ്ഞൊരു ഡയലോഗാണ് കേട്ടോ. അത് എനിക്ക് ഭയങ്കര കണക്റ്റഡ് ആയിട്ട് തോന്നി. നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയോ. അതായത് പ്രണയത്തിൽ എന്നല്ല, എന്ത് കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും 100% സിൻസിയറോ ജെന്യൂനോ ആകാൻ വേണ്ടി പാടില്ല. അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത് എന്ന്. സോ പലതരത്തിലുള്ള ഫിലോസഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ ആറ്റയുടെ കാര്യം എടുത്തു കഴിഞ്ഞാല് ആറ്റ ഒരേ സമയം ശന്തനുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശന്തനു എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയിട്ട് ഈ ആളിനെ, അതായത് നമ്മുടെ സാഹിബയെ കാണണം, അല്ലെങ്കിൽ എന്താണ് നാദിരെ കണ്ടുപിടിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ അവരെ മീറ്റ് ചെയ്യണം എന്നുള്ളത് ആറ്റയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. സെയിം ടൈമിൽ തന്നെ ആറ്റ എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ പെങ്ങളെ പുറത്തേക്ക് എന്താണ് ഹെലികോപ്റ്ററിന് വലിച്ചു കൊണ്ടുവന്നൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ക്ലൈമാക്സിൽ അവർ വിട്ടു കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ ചില തിരിച്ചറിവുകള്, ആ ഒരു ക്യാരക്ടർ ആർക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നല്ല രസമാണ്. അങ്ങനെ ഒരുപാട് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഫ്രഷ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റിയൊരു സിനിമ കൂടിയായിരുന്നു അനാർക്കലി എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചു നിങ്ങള്, ഇതില് ഈ നാദിറയും അതുപോലെ തന്നെ ശന്തനുവും തമ്മിലുള്ള ഇന്ററാക്ഷൻ സീനുകൾ ഉണ്ടല്ലോ, അതായത് പാട്ടല്ല ഉദ്ദേശിക്കുന്ന സീനുകൾ വളരെ കുറവാണ്. അവർ തമ്മിൽ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ ഈ പ്രണയത്തിൻ്റെതായിട്ടുള്ള സംസാരങ്ങള് മറ്റു പരിപാടികളൊക്കെ വളരെ കുറവാണ്. അപ്പോ ഈ രണ്ട് കഥാപാത്രങ്ങൾ ശരിക്കും രണ്ട് എക്സ്റ്റെന്റിലാണ് ഉള്ളത്, അതായത് രണ്ട് ഭാഗത്തായിട്ടാണ് ഉള്ളത്. പക്ഷെ നമുക്ക് ആ പ്രണയം അത്രയും തീവ്രമായിട്ട് തോന്നാനുള്ള ഒരു ഘടകം എന്ന് പറയുന്നതില്ലേ, ഒരൊറ്റ ഘടകം എന്ന് പറയുന്നത് ഈ സിനിമയിൽ യൂസ് ചെയ്തിട്ടുള്ള മ്യൂസിക് ആണ്, പാട്ടാണ്. സോ
പാട്ട് എനിക്ക് തോന്നുന്നു വിദ്യാസാഗർ ഏറ്റവും അവസാനം ചെയ്തിട്ടുള്ള, അതായത് ഇപ്പോ അദ്ദേഹം എന്താണ് ഈ ലാൽ ജോസിന്റെ മറ്റേതൊരു പടത്തിൽ ലാസ്റ്റ് ചെയ്തു എന്ന് തോന്നുന്നു. പക്ഷെ അതൊന്നും നമുക്ക് ആ പാട്ടൊന്നും കേൾക്കാൻ പോലും തോന്നാറില്ല. സോ അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ഫിലിമോഗ്രഫിയിൽ ഏറ്റവും അവസാനം ചെയ്ത ഒരു ഗ്രേറ്റ് വർക്ക്, ഒരു കിഡിലം വർക്ക് കൂടിയായിരുന്നു അനാർക്കലി എന്ന് പറയുന്നത്. മ്യൂസിക്കലി വളരെ റിച്ച് ആയിട്ടുള്ള, വളരെ കിഡിലം തിരക്കഥയുള്ള, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവി. അനാർക്കലി പോലത്തെ ഒരു മൂവി എന്ന് പറയുന്നതല്ലേ ഇനി ഉണ്ടാവില്ല, ഇനി ഒരിക്കലും ഉണ്ടാകാൻ ചാൻസ് ഇല്ലാത്തൊരു മൂവി കൂടിയാണ് അനാർക്കലി എന്ന് പറയുന്നത്. സോ എന്റെ കോളേജ് ടൈമിൽ ഇറങ്ങിയ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പടം, വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു പടം, എവിടേക്കോ നമ്മൾ ടച്ച് ചെയ്ത് പോകുന്ന ഒരു പടമാണ് അനാർക്കലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയിലെ പാട്ട് ഒരിക്കലും മരിക്കില്ല. പിന്നെ അതിന്റെ വരികൾ ഒരു പോയട്രിയാണ്, മനസ്സിലായില്ല, ഒരു കവി എഴുതി വെച്ച പോലെ ഈ കടലിനെയും പ്രണയത്തിനെയും ഒരാളുടെ ഇമോഷനെയും അതുപോലെ തന്നെ ഈ സൂര്യൻ, ചന്ദ്രൻ, ആകാശം, നിലാവ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ഒരു ജിയോഗ്രഫിയും ഒരാളുടെ ഇമോഷനും ഈ സിനിമയുടെ സിറ്റുവേഷനും മ്യൂസിക്കെല്ലാം ഒരുമിച്ച് വരുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു മാജിക്കൽ ആയിട്ടുള്ള വർക്കായിരുന്നു ഈ സിനിമയിലെ 5 പാട്ടുകളും, ഹിന്ദി പാട്ട് ഉൾപ്പെടെ 5 പാട്ടുകളും. സോ കിഡിലായിട്ടുള്ള ഒരു വർക്കായിരുന്നു അനാർക്കലി. ആൻഡ് നമുക്ക് ആ പഴയ പടത്തിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.